students, welcome to my college. നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് ചാനൽസ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞ യൂണിറ്റ് ആണ്. ഓക്കെ, ചാനൽസ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നതാണ് നമ്മൾക്കൊരു മെയിൻ പർപ്പസ് എന്താണ്, ഗുഡ്സിന്റെ എന്താണ് പർച്ചേസ് ആൻഡ് സെയിൽ, അല്ലെങ്കിൽ എന്താണ് സപ്ലൈ ഓഫ് ഗുഡ്സ് ടു കൺസ്യൂമർ അല്ലെ. മെയിൻ പർപ്പസ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്കൊരു പ്രൊഡക്റ്റിന്റെ കൺസ്യൂമേഴ്സിന് ഗുഡ്സ് സപ്ലൈ ചെയ്യാം. അപ്പം അതിന് എന്താ പറയുക, ഒരു ഡിഫറെൻറ്റ് മെത്തേഡ്സിൽ വേയിൽ നമ്മൾ കൊടുക്കുന്നതിനാണ് നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ. അതിന് പറയുന്ന സപ്ലൈ ഓഫ് ഗുഡ്സിനെ കൺസ്യൂമേഴ്സിൽ എത്തിക്കുന്നതിന് പറയുന്ന പേരാണെന്ത്, ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ആസ് ഗുഡ്സ് ആൻഡ് സർവീസസ് മൂവ് ഫ്രം പ്രൊഡ്യൂസർ ടു കൺസ്യൂമർ ദേ മേ ഹാവ് ടു പ്രോസസ് ഓഫ് വാരിയസ് ഇൻഡിവിജ്വൽസ് അല്ലേ. നമ്മൾക്ക് ഒരു പ്രൊഡ്യൂസർ എടുത്തുനിന്ന് കൺസ്യൂമർ അടുത്തേക്ക് ഗുഡ്സിനെ മൂവ് ചെയ്യണം അല്ലേ. നമുക്ക് ഇവിടെ ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കി വെച്ചുകൊണ്ട് കാര്യമുണ്ടോ, ഇല്ല, നമ്മൾ അതിനെ മൂവ് ചെയ്തിട്ട് കൺസ്യൂമർ അടുത്ത് എത്തിക്കണം. അതിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പം ചാനൽസ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞ യൂണിറ്റ് നമ്മൾ അതിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ചാനൽസ് ഉണ്ട്, ഡിസ്ട്രിബ്യൂഷൻ ചാനൽസ്. അതാണ് നമ്മൾ നോക്കുന്നത്, ടൈപ്സ് ഓഫ് ചാനൽസ്. നമുക്ക് മെയിൻലി എന്താണ് ടൈപ്സ് ഓഫ് ചാനൽസിൽ മെയിൻലി 5 ടൈപ്സ് ഉണ്ട്, ടൈപ്സ് ഓഫ് ചാനൽസ് ഉണ്ട്. ഓക്കെ, ഫസ്റ്റ് വൺ എന്താണെന്ന് നോക്കാം. നമ്മൾ ഇതാണ് ഇപ്പോൾ നോക്കുന്നത്. ഫസ്റ്റ് അതിൽ വരുന്നതാണ് എന്ത്, ഡയറക്റ്റ് ചാനൽ. ഡയറക്റ്റ് ചാനൽ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ചാനലാണ് ഡയറക്റ്റ് ചാനൽ. അതിൽ ഒന്നുമില്ല, നേരെ പ്രൊഡ്യൂസർ ഉണ്ടാവും. പ്രൊഡ്യൂസർ എടുത്തുനിന്ന് നേരിട്ട് ആര് വാങ്ങുന്നു, പ്രൊഡക്റ്റ് കസ്റ്റമർ വാങ്ങുന്നു. ഇവിടെ വേറെ മീഡിയാസ്, വേറെ സപ്പോർട്ടിങ് ഏജൻസ് ഒന്നുമില്ല. നേരെ പ്രോന്ന് എഴുതിയത് പ്രൊഡ്യൂസറെ ഷോർട്ടാക്കി എഴുതി കേട്ടോ. അപ്പോൾ പ്രൊഡ്യൂസർ എടുത്തുനിന്ന് നേരിട്ട് കസ്റ്റമർ പോയിട്ട്, അതായത് നമ്മൾ ചില സാധനങ്ങൾ നമ്മൾ നേരിട്ട് അത് ഉൽപ്പാദിപ്പിക്കുന്ന മാർക്കറ്റിൽ തന്നെ പോയിട്ട് അല്ലെങ്കിൽ അങ്ങനെ വാങ്ങണില്ലേ. അപ്പോൾ അതാണ് നമ്മൾ ഡയറക്റ്റ് ചാനലിനോട് ഉദ്ദേശിക്കുന്നത്. പ്രൊഡ്യൂസർ നേരിട്ട് എന്ത് ചെയ്യുക, കൺസ്യൂമർ അടുത്തേക്ക് പ്രൊഡക്റ്റ് കൊടുക്കുക. സെക്കൻഡ് വൺ എന്താണ്, ഇൻഡയറക്റ്റ്. ഡയറക്റ്റ് കഴിഞ്ഞാൽ ഇൻഡയറക്റ്റ് ചാനൽ. ഇൻഡയറക്റ്റ് ചാനലിൽ എങ്ങനെയായിരിക്കും വരിക എന്ന് വെച്ചാൽ എങ്ങനെയായിരിക്കും, അതായത് ഇതിൽ ഇൻഡയറക്റ്റ് ചാനൽ നമുക്ക് 2 ടൈപ്പ് തന്നെ, 2 ടൈപ്സിൽ വരുന്നുണ്ട്. അതായത് ഫസ്റ്റ് വൺ എന്തായിരിക്കും, പ്രൊഡ്യൂസർ ഉണ്ടായിരിക്കും. പ്രൊഡ്യൂസർ എന്ത് ചെയ്യുന്നു, പ്രൊഡ്യൂസർ എടുത്തുനിന്ന് ആര് കളക്ട് ചെയ്യുന്നു, നേരിട്ട് റീറ്റെയിലർ കളക്ട് ചെയ്യുന്നു. ദെൻ അത് കസ്റ്റമേഴ്സിലെത്തുന്നു. അതായത് നമ്മൾ പ്രൊഡ്യൂസർ എന്ന് പറഞ്ഞാൽ പ്രൊഡക്റ്റ് ഉൽപ്പാദിപ്പിക്കുന്ന അവിടുന്ന് റീറ്റെയിലർ ആയിരിക്കും. ഇപ്പം റീറ്റെയിലർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഷോപ്പ്, ഓരോ ഷോപ്പില്ലേ, ഷോപ്പിലേക്ക് നേരിട്ട് തന്നെ ആ പ്രോഡക്റ്റ് എത്തിക്കുന്നു. അവിടുന്ന് നേരെ ആരെടുത്തേക്ക് എത്തുന്നു, കസ്റ്റമർ അടുത്തേക്ക്. ഇതൊരു ഇൻഡയറക്റ്റ് ചാനലാണ്. ഇവിടെ കസ്റ്റമർ നടുവിൽ ആര് വരുന്നുണ്ട്, റീറ്റെയിലർ വരുന്നുണ്ട്. അപ്പോൾ അതൊരു ഇൻഡയറക്റ്റ് ചാനലാണ്. ഇൻഡയറക്റ്റ് ചാനൽ 2 ടൈപ്പ് ഉണ്ടെന്ന് പറഞ്ഞു. ഇത് വൺ ഓഫ് ഒരു മെത്തേഡാണ്. സെക്കൻഡ് മെത്തേഡ് എങ്ങനെയാണ്, സെക്കൻഡ് മെത്തേഡിൽ വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് എന്ത് ചെയ്യാം, സെക്കൻഡ് ഇൻഡയറക്റ്റ് മെത്തേഡിൽ സെക്കൻഡ് വരുന്നത് നമുക്ക് എങ്ങനെയാണ്, ഫസ്റ്റ് പ്രൊഡ്യൂസർ ഉണ്ടാവും. പ്രൊഡ്യൂസർ എടുത്തുനിന്ന് പ്രൊഡ്യൂസർ എങ്ങോട്ട് കൊടുക്കുന്നു, ഹോൾസെയിലർ അടുത്തേക്ക് കൊടുക്കും. ഓക്കെ, ഹോൾസെയിലർ എടുക്കുന്നതാണ് അതെന്ത് പിന്നീട് എടുത്തുക, റീറ്റെയിലർ കയ്യിലെത്തുക. അവിടുന്ന് നേരെ എവിടെത്തുന്നു, കസ്റ്റമർ എടുത്തെത്തും. ഓക്കെ, അപ്പം ഇങ്ങനെ 2 മെത്തേഡാണ് ഇൻഡയറക്റ്റിൽ. അതിൽ ഫസ്റ്റിൽ നമുക്ക് ഹോൾസെയിലർ ഉണ്ടാവില്ല, നേരെ പ്രൊഡ്യൂസർ റീറ്റെയിലർക്ക് കൊടുക്കും. സെക്കൻഡ് വണ്ണിൽ എങ്ങനെയായിരിക്കും, ഹോൾസെയിലർ എടുത്തായിരിക്കും. അതായത് പ്രൊഡ്യൂസ് ചെയ്തതാണ് നമ്മൾ ഹോൾസെയിൽ റേറ്റിൽ ചില ഹോൾസെയിൽ ഷോപ്സ് ഒക്കെ അല്ലേ നമ്മളെ കോഴിക്കോടൊക്കെ ഉണ്ടല്ലോ, അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ, കാലിക്കറ്റ് ചില സ്ഥലങ്ങളിലൊക്കെ ഹോൾസെയിൽ നമുക്ക് ടെക്സ്റ്റൈൽസ് ഷോപ്സ് ഒക്കെ കാണും. നിങ്ങൾക്ക് ഹോൾസെയിലേഴ്സ് അല്ല, മിക്ക സ്ഥലങ്ങളിലും ഉള്ളതാണ്. അപ്പോൾ അവിടെ എങ്ങനെയാണ് വരുന്നത്, നമ്മൾ നേരെ പ്രൊഡ്യൂസർ എടുത്തുനിന്ന് ഹോൾസെയിലേക്ക് എടുത്തുന്നു. ഹോൾസെയിലർ അതിൽ നിന്ന് റീറ്റെയിലർ എടുത്തെത്തിച്ച് അവിടുന്ന് കസ്റ്റമർ എത്തിക്കുന്നു. അപ്പം ഈ 2 മെത്തേഡാണ്, ഡയറക്റ്റ് മെത്തേഡ് ആൻഡ് ഇൻഡയറക്റ്റ് മെത്തേഡ്. ഇൻഡയറക്റ്റ് മെത്തേഡിൽ 2 ടൈപ്സ്. ദെൻ തേർഡ് വൺ എന്താണ്, അടുത്തത് നമ്മൾ പ്രൊഡ്യൂസർ ആരുണ്ടാവും, പ്രൊഡ്യൂസർ ഉണ്ടാവും, പിന്നെ ഒരു ഏജന്റ് ഉണ്ടാകാം. ഓക്കെ, നെക്സ്റ്റ് മെത്തേഡാണ്. പ്രൊഡ്യൂസർ ഉണ്ടാകും, അവിടെ നിന്ന് അതൊരു ഏജന്റിന്റെ കയ്യിലേക്ക് കൊടുക്കുന്നു. ആ ഏജന്റ് ആർക്ക് കൊടുക്കുന്നു, കസ്റ്റമർ അടുത്തേക്ക്. ഈ 2 പാർട്ടീസ് അതിൽ ഇൻവോൾവ് ആയിരിക്കില്ല, നേരെ കസ്റ്റമർ അടുത്ത് എത്തുന്നു. അപ്പം അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, പ്രൊഡക്റ്റിനെ സെയിൽ ചെയ്യുന്നു. ദെൻ നെക്സ്റ്റ് മെത്തേഡ് റീറ്റെയിലർ ഇല്ലാതെ. അപ്പം നമ്മൾ റീറ്റെയിലർ ഉണ്ട് പറഞ്ഞു, റീറ്റെയിലർ ഇല്ലാതെ ഇതൊക്കെ ഇൻഡയറക്റ്റ് ചാനൽസ് ആണ് കേട്ടോ. 2 ടൈപ്സ് ഓഫ് ചാനൽസ് ആണ്, ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ്. ദെൻ അടുത്തത് പ്രൊഡ്യൂസർ ഉണ്ടാകും, റീറ്റെയിലർ ഉണ്ടാവില്ല, നേരെ ആർക്കായിരിക്കും, ഹോൾസെയിലർ നേരെ നമ്മൾ പറയണം, നമുക്ക് ഹോൾസെയിൽ ഷോപ്സ് ഉണ്ടത് പറഞ്ഞില്ല. അപ്പം നമുക്ക് വേണമെങ്കിൽ
റീറ്റെയിലർ എടുത്തെത്തുമ്പോൾ നമ്മളെ പ്രോഡക്റ്റിന് കുറച്ചുകൂടി കോസ്റ്റ് കൂടും, നമ്മൾ കൺസ്യൂമറിലേക്ക് എത്തുമ്പോൾ. അപ്പോൾ നേരിട്ട് ഈ പ്രൈസ് ഒഴിവാക്കാൻ നമ്മൾ നേരെ എന്ത് ചെയ്യാം, ഹോൾസെയിലർ എടുക്കുന്ന കസ്റ്റമേഴ്സിന് പോയിട്ട് നേരിട്ട് കസ്റ്റമർ ചെയ്യും കസ്റ്റമേഴ്സ്. ലാസ്റ്റ് എന്താണ്, പ്രൊഡ്യൂസർ, ഏജന്റ്, ഇവരെല്ലാവരും കൂടി വരുന്നത്. പ്രൊഡ്യൂസർ ഉണ്ടാകും, ഹോൾസെയിലർ ഉണ്ടാകും. ഹോൾസെയിലർ ആദ്യം പ്രൊഡ്യൂസർ ഉണ്ടാകും, ദെൻ ഒരു ഏജന്റ് ഉണ്ടാകും. ഏജന്റ് നേരെ ഹോൾസെയിലേഴ്സിന് കൊടുക്കുന്നു, ഹോൾസെയിലേഴ്സ് റീറ്റെയിലേഴ്സിന് കൊടുക്കുന്നു, ദെൻ കസ്റ്റമേഴ്സിൽ. ഇതെല്ലാവരും കൂടി ഇൻവോൾവ് ആവുന്ന ചാനൽ. അപ്പോൾ ഇത്രയും ടൈപ്സ് ഓഫ് ചാനൽസ് ആണ്. അതായത് നേരിട്ട് പ്രൊഡ്യൂസർ ടു കസ്റ്റമേഴ്സ്, ദെൻ പ്രൊഡ്യൂസർ ഉണ്ടാവും, പ്രൊഡ്യൂസർ, ഹോൾസെയിലർ, retailer customers, and producer wholesaler customers, producer retailer customers, and producer agent customer, then last ഇവരെല്ലാവരും കൂടി ഇൻവോൾവ് ആവുന്ന ഒരു ചാനൽ. അപ്പോൾ ഇത്രയും ടൈപ്സ് ഓഫ് ആണ് എന്ത് ഡിസ്ട്രിബ്യൂഷൻ ചാനൽസ് വരുന്നത്. ഓക്കെ, നമ്മൾ നോക്കുന്നത് ഹോൾസെയിലേഴ്സ് ആൻഡ് റീറ്റെയിലേഴ്സ്. ഇപ്പം നമ്മളിപ്പോൾ പറഞ്ഞു ഹോൾസെയിലർ റീറ്റെയിലർ നോക്കാം. അപ്പോൾ എന്താണ് ഹോൾസെയിലർ ആൻഡ് റീറ്റെയിലർ എന്നാണ്. ഹോൾസെയിലർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഹോൾസെയിലേഴ്സ് ആർ one of the important middleman in the channel of distribution who deal with the goods in bulk quantity. അല്ലേ, ഹോൾസെയിലേഴ്സ് എന്ന് പറഞ്ഞാൽ ഡിസ്ട്രിബ്യൂഷൻ ചാനലിൽ വരുന്ന ഒരു മിഡിൽ മാനെയാണ് നമ്മൾ ഹോൾസെയിലർ എന്ന് പറയുന്നത്. അയാൾ എന്താണ് ചെയ്യുന്നത്, ഒരു ബൾക്ക് ക്വാണ്ടിറ്റി ഓഫ് ഗുഡ്സിനെ എന്താ ചെയ്യുക, സെയിൽ ചെയ്യുന്ന ആളാണ് ഹോൾസെയിലർ. അല്ലേ, അടുത്തൊരു ബൾക്ക് ക്വാണ്ടിറ്റി ഓഫ് ഗുഡ്സ് ഉണ്ടായിരിക്കും. They buy goods when bulk from the producer and sell them in retail. അല്ലേ, അവർ പ്രൊഡ്യൂസർ എടുത്തുനിന്ന് ബൾക്കായിട്ടായിരിക്കും ആ ഒരു ഗുഡ്സ് വാങ്ങിക്കുന്നത്. അവർ ഹോൾസെയിലർ എന്ത് ചെയ്യും, പിന്നെ അത് വേണമെങ്കിൽ റീറ്റെയിലേഴ്സിന് പ്രൊവൈഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഏജൻസിനാണ് അങ്ങനെ, അല്ലെങ്കിൽ കൺസ്യൂമേഴ്സിനാണ് അങ്ങനെ. അവരെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഹോൾസെയിലർ എന്ന് പറയുന്നത്. ഓക്കെ, ഹോൾസെയിലേഴ്സ് നീഡ് ലാർജ് എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ ടു ബി ഇൻവെസ്റ്റഡ് ഇൻ ബിസിനസ്. അവർ ഒരു ബിസിനസ്സിൽ ഹോൾസെയിലേഴ്സിന് ലാർജ് എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളായിരിക്കും. ദ ജനറലി പ്രൊവൈഡ് ക്രെഡിറ്റ് ഫെസിലിറ്റി. അല്ലേ, റീറ്റെയിലേഴ്സിന് ക്രെഡിറ്റ് ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്ന ആളായിരിക്കും ആര്, ഹോൾസെയിലർ. റീറ്റെയിൽ അവരധികവും നമുക്ക് കാണിച്ചു നേരിട്ട് കസ്റ്റമേഴ്സിനേക്കാളും റീറ്റെയിലേഴ്സുമായിട്ടായിരിക്കും അവരുടെ ബിസിനസ് ഉണ്ടാവുക. അപ്പോൾ അവർക്ക് ക്രെഡിറ്റിന് വരെ ഗുഡ്സ് സെയിൽ ചെയ്യുന്ന ആൾക്കാരായിരിക്കും. ദെൻ എന്താണ്, ഫിനാൻഷ്യൽ അസിസ്റ്റൻറ്റ് ടു അല്ലേ പ്രൊഡ്യൂസർ ആൻഡ് മാനുഫാക്ചേഴ്സിനും പ്രൊഡ്യൂസേഴ്സിനും ഒക്കെ ഒരു ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുന്ന ആളാരാണ്, ഹോൾസെയിലേഴ്സ് എന്ന് പറയുന്ന ആൾക്കാർ. ഓക്കെ, ദെൻ അവരെ ഹോൾസെയിലേഴ്സ് യൂഷ്വലി പെർഫോംസ് എന്തൊക്കെയാണ് അവർ പെർഫോം ചെയ്യുക, കളക്ഷൻ ഓഫ് ഗുഡ്സ് കളക്ട് ചെയ്യുന്നു, ദെൻ സ്റ്റോറേജ് ഓഫ് ഗുഡ്സ് അതിനെ സ്റ്റോർ ചെയ്യുന്നു, ഡിസ്ട്രിബ്യൂഷൻ നടത്തുന്നു, ദെൻ ഫൈനാൻസിങ്, ദെൻ റിസ്ക് ടേക്കിംഗ്, ദെൻ എന്താണ് ഗ്രേഡ് ചെയ്യുന്നു. അല്ലെ, പ്രോഡക്റ്റിനെ ഗ്രേഡ് ചെയ്യുന്നു, പ്രൈസ് ചെയ്യുന്നു. ഇത്രയും കാര്യങ്ങളാണ് നോർമലി ആര് പെർഫോം ചെയ്യുന്നത്, ഹോൾസെയിലേഴ്സ്. അതായത് ഒരു ഗുഡ്സ് കളക്ട് ചെയ്യും, ദെൻ അതിന് എന്ത് ചെയ്യാണ്, അവർ ആ ഗുഡ്സ് നല്ല രീതിക്ക് സ്റ്റോർ ചെയ്ത് വെക്കണം, ദെൻ അവരെ ഡിസ്ട്രിബ്യൂഷൻ ചാനൽസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം, ദെൻ അതിന് ഫിനാൻസിങ് വേണം. അല്ലേ, ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഉണ്ടായിരിക്കണം. അതിൻ്റെ എല്ലാം മേലുള്ള റിസ്ക്കും ആരെ എടുത്തിരിക്കണം, ഹോൾസെയിലേഴ്സ് ആയിരിക്കും. അവരെ ഗ്രേഡ് ചെയ്യണം പ്രോഡക്റ്റിനെ, ദെൻ അതിനെ ലാസ്റ്റ് പ്രൈസ് ചെയ്യുക. ഇത്രയും കാര്യങ്ങളാണ് ഹോൾസെയിലേഴ്സ്. ദെൻ നമ്മൾ നോക്കാൻ പോകുന്നത് ആരാണ്, റീറ്റെയിലേഴ്സ്. റീറ്റെയിലേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മളെ നോർമലി നമ്മൾ കാണുന്ന ഷോപ്സൊക്കെ അല്ലേ, ഷോപ്പുകളൊക്കെ അല്ലേ, അവരാണ് ആരെന്ന് പറയുന്നത്, റീറ്റെയിലേഴ്സ് എന്ന് പറയുന്നത്. ഇതിൽ പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, റീറ്റെയിലേഴ്സ് ആർ ദ ട്രേഡേഴ്സ് ഹു ബൈ ഗുഡ്സ് ഫ്രം wholesalers or sometimes directly from producers and sell them to the customers. അതായത് എന്താണ് റീറ്റെയിലേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ പറഞ്ഞ പോലെ എത്ര ഷോപ്സ് ട്രേഡേഴ്സ് ആണ്. അവർ ഒന്നെങ്കിൽ ഗുഡ്സ് ആരെടുത്തുനിന്ന് വാങ്ങുന്നു, ഹോൾസെയിലേഴ്സ് എടുത്തുനിന്ന് ഗുഡ്സിനെ കളക്ട് ചെയ്യുന്നു, അതല്ലെങ്കിൽ അവർ നേരിട്ട് തന്നെ പ്രൊഡ്യൂസർ അടുത്ത് പോയിട്ട് അല്ലെങ്കിൽ മാനുഫാക്ചറിങ് യൂണിറ്റ്സ് പോയിട്ട് നേരിട്ടിട്ട് ഗുഡ്സ് പർച്ചേസ് ചെയ്യുന്നു. മെജോറിറ്റി അവർ ഹോൾസെയിലേഴ്സിന് എടുത്തുനിന്നായിരിക്കും ഗുഡ്സ് പർച്ചേസ് ചെയ്യുക. നമ്മൾ കാണാറില്ല രാവിലെ പോണ സമയത്ത് ചില റീറ്റെയിൽ ഷോപ്സിലേക്ക് മുമ്പിൽ സാധനങ്ങൾ ഇറക്കിയെന്നൊക്കെ. അപ്പോൾ അവരൊരു ഏജൻസ് അല്ലെങ്കിൽ ഒരു ഹോൾസെയിലേഴ്സ് ഡീലേഴ്സായിട്ടൊരു ടൈപ്പ് ഉണ്ടായിരിക്കും. അപ്പോൾ അവരെടുത്തുനിന്നായിരിക്കും അവരെന്ത് ചെയ്യുക, മെജോറിറ്റി ആയിട്ടും ഗുഡ്സിനെയൊക്കെ പർച്ചേസ് ചെയ്യുന്നത്. അപ്പം അവരെയാണ് ആരെന്ന് പറയുന്നത്, റീറ്റെയിലേഴ്സ് എന്ന് പറയുന്നത്. അവർ ബൾക്കായിട്ടാണോ പർച്ചേസ് ചെയ്യുക? അല്ല, അവർ സ്മോൾ ക്വാണ്ടിറ്റിയിലാണ് ഗുഡ്സ് പർച്ചേസ് ചെയ്യുക. അല്ലേ, റീറ്റെയിൽ ഷോപ്പ് ചെറുതായിരിക്കും. അപ്പോൾ അവർക്ക് അവരെ സ്റ്റോക്ക് തീരുന്നതിനനുസരിച്ച് കുറച്ചായിട്ടായിരിക്കും അവരെപ്പോഴും സ്മോൾ ക്വാണ്ടിറ്റിയിലായിരിക്കും ഗുഡ്സിനെ പർച്ചേസ് ചെയ്യുന്നത്. അപ്പോൾ അത്രയും കാര്യങ്ങളാണ്. ദെൻ റീറ്റെയിലേഴ്സിൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണ്, ഫങ്ഷൻസ് ഓഫ് ഹോൾസെയിലേഴ്സ് നമ്മൾ നോക്കി. ദെൻ റീറ്റെയിലേഴ്സിൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണ്,
അവരെന്താ ബൈയിങ് ആൻഡ്